നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ എടാ, വീട് പണി തീരും മുമ്പ് എന്റെ പണി തീർക്കരുത്, സംശയണ്ടോ? എന്താ പറ്റിയേ? ഈ ചുറ്റിക എന്നെ വന്ന് തല്ലി. കഴുതേ, തല്ലിയത് നീ തന്നെയാടാ. നീ പെയിന്റ് ചെയ്തേക്ക്, അതൊക്കെ ഞങ്ങൾ നോക്കാം. അതൊക്കെ തന്നേ. പോപ്പട്ടെ, നീ ചുറ്റിക ബണ്ണിക്ക് കൊടുക്ക്. സോറി സോറി. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, കണ്ടോ ഞാൻ ശരിയാക്കി. എന്ത് ശരിയാക്കിന്നാ? ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കോടാ. ബണ്ണി വിട്ടേക്ക്, അവൻ നമ്മുടെ കൂട്ടുകാരനാ. അതെ, കർത്ത എല്ലാവരുടെയും സുഹൃത്താ, നിന്റെയും സുഹൃത്താണ്. ഞാനൊരു ജോലിയും കൊണ്ടാ വന്നിരിക്കുന്നത്. ജോലിയോ? അതെ, എന്റെ മുത്തച്ഛന്റെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫാക്ടറി വർക്കേഴ്സ് അവധിക്ക് നാട്ടിൽ പോയിരിക്കുക. അപ്പൊ നമ്മൾ പുതിയ ജോലിക്കാരെ അന്വേഷിക്കണോ? അല്ല, നിങ്ങൾ എത്ര മനോഹരമായിട്ടാ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ നല്ല കാർപ്പന്റേഴ്സ് ആണ്, നിങ്ങൾക്ക് തന്നെ ജോലി കിട്ടും. ഇല്ല, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാ. നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി വർക്ക് ചെയ്യേ, എന്റെ മുത്തച്ഛന്റെ പണി നടക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് കൈ നിറയെ കാശും കിട്ടും. വരൂ. നല്ല ഐഡിയ തന്നെയാണ്. നമുക്ക് ടൈം പാസും ആകും, കൂടാതെ കാശും കിട്ടും. ആ കാശിൽ നമുക്ക് മാഡത്തിന് നല്ല ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം. ഓക്കെ, നാളെ രാവിലെ തന്നെ നിങ്ങൾ ഫാക്ടറിയിലേക്ക് വന്നേക്ക്. ഓക്കെ. സ്വന്തം കസേര തിന്നുകയാണോ? തിന്നുകയല്ല, ഫിനിഷിംഗ് ടച്ച് കൊടുക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? മുത്തശ്ശ, ഞങ്ങളെ ജോലിക്ക് വേണ്ടി കർത്ത അയച്ചതാണ്. നിങ്ങൾക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ അറിയാം. കാണിച്ചേ. ഞങ്ങൾക്ക് അങ്ങേ പോലെ ഫർണിച്ചർ ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾ പല്ലുകൊണ്ട് എല്ലും കഷ്ണം മാത്രമേ കടിക്കൂ. ഞങ്ങളുടെ പല്ല് അങ്ങയുടെ പല്ലിനെ പോലെ വലുതല്ലല്ലോ. ഇത് വളരെ എളുപ്പമാണെന്നേ. കണ്ടില്ലേ? ഇങ്ങനെ കാണിച്ചാ പിന്നെ ഞങ്ങൾ ഉണ്ടാവില്ല. എടാ, ഒന്നും മിണ്ടാതിരിക്കേ, ജോലിയെ കുറിച്ച് അദ്ദേഹം പറയട്ടെ. ദാ നോക്ക്, എനിക്ക് ആദ്യം ഒരു ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ ഒരു സെന്റർ ടേബിൾ ഡെലിവറി ചെയ്യാനുണ്ട്. വേഗം പണി തീർക്കാം. തടി അവിടെ കിടപ്പുണ്ട്. അലമാരിയിൽ പണി സാധനങ്ങളും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉടൻ തന്നെ നിങ്ങൾ പണി തുടങ്ങിക്കോളൂ. ഞാനൊന്ന് ഷോപ്പിലേക്ക് പോയിട്ട് വന്നേക്കാം. വേഗം വാ, നമുക്ക് പണി തുടങ്ങാം. ഇവിടെ വല്ലാത്ത ചൂട്. ഹണി, ഫാൻ ഓഫ് ചെയ്യടാ.
എനിക്ക് പറക്കാൻ കഴിയില്ല, ഞാൻ കുടുങ്ങിയിരിക്കുക. സംശയമുണ്ടോ? ജോർദാറെ, ആ മരത്തെ പുറകോട്ട് വലിക്കേ. മിഷൻ ഓഫ് ചെയ്യേ. മെയിൻ ലിവർ പൊട്ടിപ്പാടാ. അണി, എന്തെങ്കിലും ചെയ്ത് ബ്ലേഡിനെ നിർത്ത്. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ 2 പോപ്പറ്റ് ഉണ്ടാകുമായിരുന്നു. സംശയമുണ്ടോ? ഞാൻ പോയി സ്വിച്ച് ഓഫ് ചെയ്യാം. ബണ്ണി എവിടേക്കാ ബണ്ണി എവിടെ പോയതാ? പോയി? ഞാൻ അകത്തുണ്ട്. ഞങ്ങളും അകത്ത് തന്നെയാ ഉള്ളത്. ഞങ്ങൾ അകത്തുണ്ടായിട്ട് നിന്നെ കാണാൻ പറ്റുന്നില്ല കൊച്ചളിയാ. എടാ കഴുതേ, ഞാൻ ഈ ബോക്സിന്റെ അകത്താടാ. ഇത് പെട്ടെന്ന് അടഞ്ഞു. ഇവിടെയാണെങ്കിൽ ഒരുപാട് ബോക്സ് ഉണ്ടല്ലോ. ഇതിൽ ഏതാണെന്ന് എങ്ങനെ അറിയാ? എല്ലാ ബോക്സും തുറക്കുമ്പോഴേക്കും കൊച്ചളിയന്റെ പണി തീരും. എടാ, ഞാൻ ഇവിടെയാ ഉള്ളത്. ഇവിടെ. ഇത് തുറക്കാൻ കഴിയുന്നില്ല. ബോക്സിന്റെ പുറത്ത് കയറി തുറന്നാൽ എങ്ങനെയാ അത് തുറക്കുക? ഇവിടുന്ന് മാറി നിൽക്ക്. എടാ, എന്നെ ഒന്ന് വന്ന് രക്ഷിക്ക്. ഈ ഗം ഒന്ന് എടുത്തതാ. എടാ, നീ എന്താ ഈ ചെയ്യുന്നത്? നിന്റെ തൂവലോരൊന്ന് പറിച്ചെടുത്ത് ഞാൻ വൃത്തിയാക്കാം. വിടണ എന്നെ, കഴുതേ. വേഗം വാ. നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കി. നമുക്ക് ഉടൻ തന്നെ പണി തുടങ്ങാം. എടാ, എന്നെ പുറത്തെടുക്ക്. വേഗം പുറത്തെടുക്ക്. ബണ്ണിയുടെ തലയിൽ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അവന്റെ തല ഇപ്പൊ 2ആയി. എടാ കഴുതേ, അത് കണ്ണാടിയാ. അവനെ പുറത്തെടുക്ക്. മാറി നിൽക്ക. നീ നിന്റെ പണി ചെയ്യ. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്താടാ ഈ കാണിച്ചത്? സോറി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എടാ, ആദ്യ ദിവസം തന്നെ ജോലിയിൽ നിന്ന് പുറത്തു പോകാനുള്ള പണി കാണിക്കുകയാണോ? വേഗം വാ, പണി തുടങ്ങാം. വേഗം. കണ്ടോ, ഡ്രസ്സിംഗ് ടേബിളും റെഡിയായി കഴിഞ്ഞു. ഞാനും ടേബിൾ റെഡിയാക്കി. എന്താടാ ഈ കാണിച്ചത്? മുത്തശ്ശൻ നമ്മോട് പറഞ്ഞല്ലേ,
ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സെന്റർ ടേബിളും ഡെലിവറി കൊടുക്കണമെന്ന്. എങ്ങനെയുണ്ട്? നമുക്ക് പല്ലുകൊണ്ട് കടിച്ചുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലുള്ള പല്ലുകൊണ്ട് അതുപോലെ ഉണ്ടാക്കിയത്. കഴുതേ, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ചു വെക്കുന്നത്? ടേബിളിനെ കടിച്ചു വെക്കാനല്ല പറഞ്ഞത്. സംശയമുണ്ടോ? ഈ തടി മുഴുവൻ നശിപ്പിച്ചു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം റെഡിയാണ്, വന്ന് നോക്കിക്കോളൂ. ആ? ഓ, നീ എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കാണിച്ചു വെച്ചതല്ല, ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ, അടിപൊളിയായിട്ടുണ്ട്. എന്ത് നല്ല ഡിസൈൻ ആയത്. എന്റെ വൈഫിന് ന്യൂ കളക്ഷൻസ് എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. ഈ ടേബിൾ അവൾ കാണുകയാണെങ്കിൽ അവൾക്ക് വട്ട് തന്നെ പിടിക്കും. അയ്യോ, വട്ട് പിടിക്കോ? എങ്കിലും ഈ ടേബിൾ കൊണ്ടുപോകണ്ട. ഏ, മോനെ, ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അവര് സന്തോഷിക്കുമെന്നാണ്. മനസ്സിലായോ? എന്റെ ചന്തുലാൽ സാറേ, അങ്ങൊരു മഹാൻ തന്നെയാ. ഞാൻ എന്റെ ഓഫീസ് പുതുക്കാനിരിക്കുക. അവിടുത്തെ ഫർണിച്ചറുകളും അങ്ങ് തന്നെ ചെയ്യണം. എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? പണി തുടങ്ങിക്കോ. ഇതുപോലുള്ള ഒരു 10 ടേബിളും കൂടി എനിക്ക് വേണം. മനസ്സിലായോ? അതും ഇദ്ദേഹത്തിന്റെ ഐഡിയ പോലെ തന്നെ. എന്റെയോ? അതെ മോനെ, നിന്നെ കൊണ്ടല്ലാതെ വേറെ ആർക്കും ഇത് കഴിയില്ല. സബാഷ്. ഇതിനാണ് പറയുന്നത് ബുദ്ധിയുള്ളവൻ മണ്ടൻ, മരമണ്ടൻ ബുദ്ധിമാൻ. സംശയമുണ്ടോ?